എവിടെ പോയാലും ഇവന്മാര് നമ്മളെ പീഡിപ്പിക്കുക, എവിടെ പോയാലും നമ്മളെ പീഡിപ്പിക്കുക, എവിടെ പോട്ടെ ഇതുപോലെ നമ്മളെ വാങ്ങി വെച്ച് പീഡിപ്പിക്കുക. നമ്മുടെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. ഏതവനുണ്ട് അവകാശം നമ്മുടെ റൂമിൽ നമ്മുടെ ഫ്ലാറ്റ് അതിന്റെ മുന്നിൽ വന്ന് നിൽക്കാനും? ഇതുപോലെ ശല്യമായിരുന്നു നമ്മളോട്, ഭയങ്കര ശല്യം. ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം. അതുപോലെ ഏറ്റവും ഞാൻ ഡൽഹിയിൽ നിന്ന് പോരാൻ കാരണം ഒരു ദാഗർ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ, അവന്റെ ഫ്ലാറ്റിലായിരുന്നു നമ്മൾ അവസാനം താമസിക്കുന്നത്. അവൻ വന്ന് നമ്മുടെ കഥകളെല്ലാം തല്ലി പൊളിച്ച് മീറ്ററൊക്കെ അടിച്ച് പൊട്ടിച്ച്, മീറ്ററൊക്കെ അടിച്ചു പൊട്ടിക്കുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും എന്താ AC ഒക്കെ ഓണായിരുന്നു. അന്നേരം വല്ല കത്തുമൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മൾ ഇതൊക്കെ കത്തിയാൽ എന്തോ വരുന്നതെന്ന് അറിയാൻ പറ്റുമോ? അപ്പം അങ്ങനെയൊക്കെ ഇവൻ ചെയ്ത്. എന്നിട്ട് പോലീസുകാർ പറഞ്ഞ ഭയങ്കര കുടിയനാണ്. പോലീസുകാർ പറഞ്ഞു ഗോലി മാർഗൂങ്കിന്നും അതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇവൻ ഇപ്പം പറഞ്ഞതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ഇവൻ എന്തെല്ലാമാണ് ചെയ്തതെന്നുള്ളതെല്ലാം. അങ്ങനെ ഭയങ്കര പീഡനങ്ങളാണ്. നമ്മൾ എവിടെ പോയാലും നമ്മളെ വളഞ്ഞു വെച്ച് ഉപദ്രവിക്കുക. നമ്മളിപ്പോ ഒരു ദിവസത്തേക്ക് ഒരു ജയ്പൂരിൽ പോയെന്ന് വെച്ചു, അവിടെ ഇതുപോലെ തന്നെ നമ്മുടെ ഹോട്ടലിൽ പോയാലും കുറെ അവളുമാരും കുറെ കൊച്ചുങ്ങളെ കൊണ്ട് വെച്ച് നമ്മൾ കഴിപ്പിക്കുക. ഭയങ്കര ശല്യങ്ങളാണ്. ഹോട്ടലിലൊക്കെ പോയി ഇങ്ങനെ ശല്യമുണ്ട്. നമ്മൾ ഒരു ഹോട്ടലിലൊക്കെ പോയാൽ അവിടെ ആൾക്കാരെ പോലും കാണത്തില്ല. റൂമിൽ എല്ലാവരും കയറി നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് അങ്ങനൊന്നുമല്ല. കൊച്ചിനെയും കൊണ്ടൊന്ന് നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കുക, നമ്മുടെ റൂമിൽ വന്ന് അടിക്കുക, നോക്ക് ചെയ്യുക, അങ്ങനെ പല പല വേലകളായിരുന്നു നമ്മുടെ അവിടെ. അങ്ങനെ എവിടെ പോയാലും ഭയങ്കര ശല്യങ്ങളായിരുന്നു നമ്മളോട്. അത്ര ഇപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ മുന്നിൽ വന്ന് യൂട്ടേൺ എടുത്ത് പോവുക, അങ്ങനെ ഭയങ്കര ശല്യമാണ്. ഭയങ്കര ശല്യമാണ് ഇപ്പോഴും നടത്തുന്നവന്മാര്. ഇതുവരെ ഒരു വഴിയുണ്ട് സുബ്രഹ്മണ്യം കൊടുക്കാൻ. ഞാൻ ഇട്ടിട്ടുണ്ടൊരു ഹെൽമെറ്റ് ഒക്കെ വെച്ചോ, അവൻ ഹെൽമെറ്റ് കൂടത്തില്ല, ഇങ്ങനെ ഹെൽമെറ്റ് ഒക്കെ വെച്ചാൽ ഈ കള്ളന്മാര് പോകുന്നത്. നിങ്ങൾ ATM വരെ എഴുതി വെച്ചിട്ടുണ്ട് ഹെൽമെറ്റ്. എന്താ ഹെൽമെറ്റ് കൂടിയാല് കള്ളത്തരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാര്, കള്ളങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹെൽമെറ്റും ഒക്കെ വെച്ച് ആൾമാറാട്ടം നടത്തുക. ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന മാസ്ക് വെച്ച് പോവുക, ഇങ്ങനെ വകവരുത്താൻ നോക്കി ഇതുപോലെ ഈ കഥകളുണ്ടാക്കി. ഇപ്പോഴും അവൻ എന്റെ സ്വത്ത് മോനൊക്കെ അടിച്ചു നോക്കാൻ, എന്റെ സ്വത്ത് എന്തോ സഹദേവന്റെ സ്വത്ത്, രത്നമ്മയുടെ മോളിൽ ഇവൻ എന്റെ സ്വത്തിന്റെ കാര്യം പറയുന്നത് ഇവൻ ആരാണ്? ഇവൻ എന്റെ അവകാശമോ കണ്ട പെണ്ണുങ്ങളുടെ സ്വത്തിന്റെ കാര്യം പറയുന്നത് ഇവൻ ആരാ? എന്റെ പ്രമാണം അല്ലെങ്കിൽ നമ്മൾ സേഫായിട്ട് ഡൽഹി വെച്ചിരിക്കുക, ഇവിടെ ഒന്നും ഇല്ല എന്റെ പ്രമാണം. ഇവൻ ആരാണ് ഇങ്ങനത്തെ കഥയുണ്ടാക്കാൻ എന്റെ പ്രമാണത്തിനെ കുറിച്ചൊക്കെ? എന്റെ പ്രമാണം ഒന്നും വിൽക്കാൻ, എന്റെ സ്ഥലമൊന്നും വിൽക്കാനൊന്നുമല്ല. ഇവിടെ വെച്ചിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ. എനിക്ക് സ്ഥലമൊന്നും വിൽക്കേണ്ട കാര്യം. ഇവനിങ്ങനെ നടക്കുക എന്റെ കുറെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ. അവന്റെ മോനെ കൊണ്ട് ഇങ്ങനെ വിട്ട് കഥകളുണ്ടാക്കിയതൊക്കെ ആയിരുന്നു ജോലി. അതുപോലെ തന്നെ മുക്കുമിന്റെ ഇതും 25 എന്നുള്ളത് മാറ്റുമാര്, ലൊക്കേഷൻ മാറ്റുക. മുക്കുമിന്റെ അമ്മയുടെ കൂടെയാണ് സന്തോഷ്. നിങ്ങൾക്ക് പോയി തിരക്കാം. സന്തോഷ് ദേവി അവരുടെ പേര്. മുക്കുമിന്റെ അച്ഛനുണ്ടായിരുന്നു. 11-ാം തീയതി പോയത്. ഇന്നലെയാണ്. അപ്പം ഇന്ന് മുക്കുമിന്റെ ലൊക്കേഷൻ ഒക്കെ മാറ്റുക. 81. അപ്പൊ ഇത് നിയർ 25 ആർക്കബിളും സെക്ടർ അതിനാണ്. ഇന്ന് രാവിലെ 81 എന്ന് കാണിക്കുക. അങ്ങനെ പലപ്പോഴും വന്നിട്ടുണ്ട് 81 എന്ന് കാണിച്ചുകൊണ്ട്. അതൊന്നും കറക്റ്റ് അല്ല. നമ്മൾ ശ്രദ്ധിക്കും നമ്മൾ. അങ്ങനെ പല കഥകൾ ഉണ്ടാക്കാൻ നോക്കുക. നമ്മളെ ഇതുപോലെ തന്നെ നമ്മളിവിടെ ആണെങ്കിലും ഇവിടെ അല്ല വേറെ എവിടെയൊക്കെയാണെന്ന് കഥകൾ ഉണ്ടാക്കുക. ഭയങ്കര കള്ളത്തരമാണ്. അതുപോലെ തന്നെയാണ് മുക്കുമിന്റെ വീട്ടുകാരും. മുക്കുമിന്റെ ഒരു അച്ഛൻ്റെ അനിയൻ എന്തുവാ അയാളെ തല്ലിക്കൊന്നേച്ച് യുവമാര് പറഞ്ഞു അയാൾ വിഷം കുടിച്ച് മരിച്ചതാണ്. ഒരു മൂത്ത മോൻ സുരേന്ദ്രൻ എന്ന് പറയുന്നത് തല്ലി കൊന്നേച്ച്. എന്നിട്ട് ഇതുപോലെ മുക്കുമിനെ ഇതുപോലെ വകവരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടാണ് ഇവരുമാർ നടക്കുന്നത്. ഒരു സിസ്റ്ററുണ്ട് അവളും പിന്നെ കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ. മുക്കുമിന്റെ അച്ഛനും അമ്മയും എല്ലാം അങ്ങനെയാണ്. മുക്കുമിനോട് അത്ര വലിയ ഇങ്ങനെ എന്താണ് എങ്ങനെയെങ്കിലും റെഡിയാക്കണം എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ നമ്മുടെ എന്തുവാ ഇങ്ങനെ ഇൻഷുറൻസ് ഒക്കെ മറ്റുള്ളവരുടെ കയ്യിലോട്ട് വരത്തക്ക രീതി ഇതൊന്നും വാങ്ങിക്കുന്നില്ല എന്നൊക്കെ വരുത്തി തീർക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഈ കണ്ടവന്മാരെയൊക്കെ നമ്മൾ അറിയാത്തവന്മാരെയൊക്കെ നമ്മുടെ ഏതൊക്കെയോ നമ്മുടെ രക്ഷകർത്താവായിട്ടൊക്കെ അങ്ങ് അഭിനയിച്ചിട്ട് അവന്മാരുടെയൊക്കെ പേരിൽ ഹ്യൂജ് എമൗണ്ട് നമ്മളെയൊക്കെ തല്ലിക്കൊന്നേച്ചും ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ച് അവന്മാരെയൊക്കെ പേരിലോട്ട് ഈ ഇൻഷുറൻസ് തുക ചെല്ലാൻ വേണ്ടിയിട്ട് കള്ളത്തരത്തിന് വേണ്ടിയിട്ട് ഇവന്മാരെയൊക്കെ ഇങ്ങനെ കള്ളമായിട്ട് ഇതാക്കുക. നമ്മളൊന്നും അറിയാത്ത നമ്മുടെ വീട്ടിലിരിക്കുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തെളിവുണ്ട്. എന്നാലും ഇതൊക്കെയാണ് ഇവന്മാർ ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് കഥകൾ ഉണ്ടാക്കുക. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയായിരുന്നു.
Hello? Hello, my dear. Hello? 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 Hello, teacher, what's doing that? That I know. Just came. What if you had your food? Hadn't been. Why so? You could have gone walked without food, then it will become more effective, Naya. Don't walk like that. That's why I said, okay, don't walk like that. Why you don't know or what? Don't do that, okay? That's why I said, okay, don't do that, okay, Mukku? Why? Because your stomach should be free, okay? Don't have it. Okay? Huh? Be careful, yaar. Now it's proper, now. When you after having now, you should have a small walk. That's all, not a brisk actually. What is seeing you, Mukku? Huh? Where your mom, my dear? Not going temple nowadays. Uh, your mom also had food. The father reached 1 o'clock in afternoon. Huh? Uh, then after that some bus he should go now. Then reach this. Okay. Okay then.